ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇത് വിഷുവിൻ്റെ തലേ ദിവസത്തെ വീഡിയോ ആണ് കേട്ടോ. വിഷുവിൻ്റെ ഒരുക്കമാനങ്ങളും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാൻ വേണ്ടി എടുത്തതാണ്. അപ്പോൾ എൻ്റെ വീടിൻ്റെ നേരെ മുന്നിലായിട്ടുള്ള വ്യൂവിലാണ് നമ്മളിത് കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ഏതോ വീട്ടിലാരൊക്കെ പടക്കം പൊട്ടിക്കുന്നു, ഞങ്ങളിവിടെ വെറുതെ നോക്കിക്കൊണ്ട് നിൽക്കുന്നു. നമ്മുടെ വീട്ടിൽ നിന്ന് നോക്കുമ്പോൾ ഏകദേശം എല്ലാ മുക്കിലും മൂലയിലും പടക്കം പൊട്ടി നമുക്ക് കാണാമായിരുന്നു കേട്ടോ. ഒന്ന് കഴിഞ്ഞാൽ ഒന്ന്. ഇത് കണ്ടോ, നെക്സ്റ്റ് ഇപ്പുറത്തെ സൈഡിൽ തുടങ്ങി, അടുത്ത വീട്ടിൽ നിന്ന് പൊട്ടിക്കുന്ന കാണാൻ തുടങ്ങി. അവരൊക്കെ പൊട്ടിക്കുന്നത് ഞങ്ങൾ വെറുതെ തൊള്ളിയും വിളിച്ച് നോക്കിക്കൊണ്ടിരിക്കും, ഞാനും എൻ്റെ കസിൻസും. എവിടേക്കാ മോനെ ഓടുന്നത്? ഹലോ, നല്ല അപ്പോൾ അടുത്തായിട്ട് നമ്മൾ നേരെ അടുക്കളയ്ക്ക് ഇട്ടപ്പോൾ അമ്മ അവിടെ നല്ല അട ഉണ്ടാക്കലിൻ്റെ പരിപാടിയിലായിരുന്നു കേട്ടോ. കുറച്ചെണ്ണം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, കുറച്ചെണ്ണം ഉണ്ടാക്കാൻ പോകുന്നുണ്ട്. അപ്പോൾ ഞാൻ അമ്മോട് ചോദിക്കുന്നു, അമ്മ ഞാൻ മുഖം കാണിച്ചോട്ടെ വീഡിയോ അതായത് ഉണ്ടാക്കുന്നതെന്ന് വെച്ചപ്പോൾ എൻ്റെ അമ്മ പറയാം, ഞാൻ നല്ല ഡ്രസ്സ് ഇട്ടിട്ടില്ലടി, നല്ല ഡ്രസ്സൊക്കെ ഇട്ട് വേണ്ടി എടുക്കുകയാണ്. അപ്പോൾ ഞാൻ പറയും, നമ്മുടെ ചന്ദ്രമഴ സീരിയലില്ലേ പണ്ടത്തെ, അതിൽ അമ്മമാരെമാരെയും മരുമക്കളന്മാരെയൊക്കെ നമുക്ക് ഡ്രസ്സ് വേർത്ത് കുളിച്ചു, അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞ് വെറുതെ ഓരോ ഡയലോഗ് അടിക്കുക. വീഡിയോയിലൊക്കെ വരാൻ ഭയങ്കര മടിയാണ്, പക്ഷേ ബാക്കിൽ നിന്ന് ഭയങ്കര സപ്പോർട്ടാണ്. എന്നാൽ വീടിന് മുന്നിൽ ഇപ്പോൾ നല്ല മിണ്ടൂല, വായേ തുറക്കൂല. ഇത് കാണുന്നവർക്ക് എന്നിട്ട് അറിയാം എൻ്റെ അമ്മ എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഈ ഷോ ഒന്നും ഇവിടെ നടക്കില്ല. അപ്പോൾ എന്നാലതൊക്കെ ഉണ്ടാക്കിയിട്ട് എന്നിട്ട് വേണം നമുക്ക് തട്ടാൻ. ഓക്കെ, അതൊക്കെ കഴിഞ്ഞിങ്ങോട്ട് വന്നപ്പോൾ കാണാം എൻ്റെ പൊന്നനിയത്തി എനിക്ക് ഫേസ് പാക്ക് ഇട്ട് തരാമെന്ന് പറഞ്ഞ സംഭവം അത് അവൾക്ക് എടുത്തതാണ്. പിന്നെ ഞാൻ കൂടെ ഉള്ളല്ലോ എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് കൂടി ഇട്ട് തരാമെന്ന് പറഞ്ഞു. അവളുടെ സ്നേഹനിധിയായ അനിയത്തിയുടെ മനസ്സ് ഞാൻ കാണാതെ പോക്കരുതല്ലോ. അപ്പോൾ അവൾ എനിക്കിതെല്ലാം ഉണ്ടാക്കി തരുമായിരുന്നു. ഞങ്ങളിത് തൈരും മുൾത്താണി മിട്ടിയുമാണ് ചേർക്കുന്നത്. സത്യം പറഞ്ഞത് അടിപൊളി പാക്കായിരുന്നു കേട്ടോ. എനിക്ക് നന്നായിട്ട് എഫക്റ്റ് ആയ പോലെ തന്നെ എനിക്ക് തോന്നിയിരുന്നു. കാരണം ഫേസിലൊരു ചെറിയ രീതിക്കൊരു ബ്രൈറ്റ്നസ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ കരുതി എൻ്റെ മൊത്തത്തിലൊന്നും ഇട്ടിലൊന്നും വരാനൊന്നും പോകാറില്ല, 2-3 കുരു വന്നാൽ വരും. പക്ഷേ ഇതങ്ങനെയൊന്നുമില്ല, ഇത് അടിപൊളിയായിരുന്നു, എന്തോ ഭാഗ്യത്തിന്. ഓക്കെ, അപ്പോൾ ഇതൊക്കെ അവൾ ഉണ്ടാക്കി തരികയായിരുന്നു എനിക്ക്. ഫേസ് പാക്ക് ഇടാൻ അയ്യേ നടപ്പിലൊക്കെ ഉണ്ടായിരുന്നു കൊണ്ടാരം അല്ലാതെ കഷ്ടമുണ്ട്. പിന്നെ പയ്യെ പറഞ്ഞിരി നല്ല തൊഴിൽ കണ്ടല്ലോ മതി. വേണ്ട അയ്യോ എൻ്റെ മുഖം നീ എവിടെ കാണിക്കില്ല കേട്ടോ. ഫേസ് പാക്ക് ഇട്ട് തുടങ്ങിയപ്പോൾ ഞാൻ അവളുടെ മുഖത്തൊക്കെ ഇപ്പോൾ റിയാക്ഷൻ ശരിയല്ല. അപ്പോൾ എനിക്കൊരു പേടി, ഞാൻ എൻ്റെ മറ്റേ മൊയലാണോ ഒന്ന് ടെസ്റ്റ് ചെയ്യാനേ, ഇതെങ്ങനെ വർക്കാവുന്നു എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അതാണ് ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം അടുത്ത നമ്മുടെ പരിപാടി എന്ന് വെച്ചാൽ അവളെ കയ്യിൽ കുറച്ച് മൈലാഞ്ചി ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ഇട്ടുതരൂ ചോദിച്ചു. അവൾ ഓക്കെ ഇട്ടുതരാം എന്നുള്ള രീതിയിൽ ഇട്ടുതരാൻ വേണ്ടി നിങ്ങളുടെ വീട്ടിലൊക്കെ എങ്ങനെ അച്ഛനമ്മ തന്നെയല്ലേ കണിയൊരുക്കാറ്? അപ്പോൾ നിങ്ങളെ പോയി എത്തി നോക്കാറുണ്ട് എന്താ ചെയ്യുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട്. അതിൽ ഞങ്ങൾക്ക് വേറെ പണികളോട് ഞങ്ങൾ വേറെ പോയി എത്തി നോക്കിയതൊന്നുമില്ല. പക്ഷെ ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് പോകുന്നുണ്ടായിരുന്നു. ഞങ്ങൾ ഉറങ്ങുന്ന ലേറ്റ് ആവുമല്ലോ, അപ്പോൾ അതുകൊണ്ട് സ്വാഭാവികം ഞങ്ങൾ പിന്നെയും കാണും ആ കണിയെല്ലാം. പിന്നെ എൻ്റെ അമ്മയ്ക്ക് ഫസ്റ്റേ വേഗം തീർത്തിച്ച് ഇങ്ങനെ കടന്നുറങ്ങാമെന്ന് ആലോചിച്ച് നടക്കുന്ന ആൾക്കാരാണ്. വേഗം എളുപ്പപ്പണിയാവുമല്ലോ. അപ്പോൾ അങ്ങനെ അപ്പോൾ ഞങ്ങളെന്തായാലും ഇവിടെ മൈലാഞ്ചിട്ടുകൊണ്ടിരിക്കുകയാണല്ലോ. ഞാൻ അമ്മോട് പറഞ്ഞു
കണി ഒരുക്കുന്ന കുറച്ച് പ്രിപ്പറേഷൻസ് കാര്യങ്ങളൊക്കെ ഒന്ന് വീഡിയോയിൽ എടുക്കുകയോ ചോദിച്ചു. പിന്നെ എനിക്കതിനൊരു സംശയം, ഇനിയിപ്പോൾ ഇവർ അവിടെ പോയിട്ട് പ്രിപ്പറേഷൻ ഒന്ന് വൃത്തിയാക്കി ഒട്ടിച്ചിട്ട് ചിലപ്പോൾ വിളക്കൊക്കെ കത്തിച്ച് വെച്ചിട്ടൊന്ന് കളറായിക്കോട്ടെ എന്ന് ചിലപ്പോൾ വിചാരിച്ചാൽ പിന്നെ ആകെ മൂഞ്ചി. അപ്പോൾ ഞാൻ തന്നെ പറഞ്ഞു വേണ്ട, കുഴപ്പമില്ല, എന്തിനാ ഇപ്പോൾ കണി ഒരുക്കുന്ന വീഡിയോ, ഒരാൾ കണി കണ്ടാൽ പോരെ അല്ലേ. അപ്പോൾ അങ്ങനെ ഇപ്പോൾ ഞങ്ങളിതൊന്ന് വേഗം തീർക്കട്ടെ കേട്ടോ. പിന്നെ മൈലാഞ്ചിയിൽ കഴിഞ്ഞിട്ടുണ്ട്. മൈലാഞ്ചിയുടെ കുറവ് മൂലം ബാക്ക് സൈഡ് ഞങ്ങളൊന്നും ചെയ്തിട്ടില്ല. ബാക്ക് സൈഡ് നോക്കിയാൽ മൈലാഞ്ചി ഇട്ട് ഞങ്ങൾക്ക് അറിയാൻ പോലും ഇല്ല. പക്ഷേ എടി 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 ഒരു കാര്യം ചോദിച്ചോട്ടെ, ഇതിനെ ഒന്ന് വീഡിയോ നോക്കുമ്പോൾ അതൊന്നും ചരവിക്ക് വേണ്ടി എനിക്ക് തോന്നുക എൻ്റെ കണികളിൽ എന്തായാലും എടുക്കാൻ പറ്റില്ല. അപ്പോൾ അവളുടെങ്കിലും എടുക്കാമല്ലോ എന്ന് വെച്ചിട്ട് എടുത്തത് കേട്ടോ. അവിടെ നിന്ന് മുടിയൊക്കെ സെറ്റാക്കിയിട്ടാണ് വരണത് കേട്ടോ. എന്താ ചെയ്യാ, കുട്ടി തന്നെ കണ്ണൊക്കെ പൊത്തി നോക്കുന്നു. കണ്ണൂർക്കടി അവള് കണ്ണടച്ചുകൊണ്ട് നിന്നിട്ടാണ് പ്രാർത്ഥിക്കുന്നത്. പിന്നെ ഇങ്ങനെ കണി കാണുക. പാവം കുട്ടി ആകെ ഉറക്കത്തിന് മന്ദപ്പിലാണെന്ന് തോന്നുന്നു. എന്തായാലും കണി കണ്ട് കഴിഞ്ഞു കുട്ടി. ഓക്കെ, എനിക്കിങ്ങനെ കാലൊക്കെ പിടിക്കുമ്പോൾ ചിരി വരെ എന്താണെന്ന് അറിഞ്ഞൂടെ. ആദ്യമായിട്ട് ചെയ്യുന്നതുകൊണ്ടായിരിക്കും ചിലപ്പോൾ. കുറച്ച് കാലം. ഹലോ ഗൈസ്, എല്ലാവർക്കും ഹാപ്പി വിഷു. ഞാൻ ഇപ്പോൾ ഇവിടെ നീച്ചിട്ടുണ്ട്. ഞങ്ങൾ കണിയൊക്കെ കണ്ടു. ഇനി ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടൊക്കെ കിട്ടി. എല്ലാവരും കണിക്കണം, തറവാട്ടിൽ കണിക്കണം. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് പടക്കമൊക്കെ പൊട്ടിക്കും. അപ്പോൾ എൻ്റെ കസിൻസൊക്കെ വരും. എന്നിട്ട് ഞങ്ങൾ ഓരോന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പൊട്ടിച്ചൊക്കെ തുടങ്ങും. ഞങ്ങളിപ്പോൾ ഇത്രയായിട്ട് അങ്ങനെ പടക്കമൊന്നും പൊട്ടിച്ചിട്ടില്ല. അങ്ങനെ അധികം പടക്കമൊന്നും വാങ്ങിയിട്ടില്ല കേട്ടോ. കമ്പിത്തിരി അങ്ങനത്തെ സംഭവങ്ങൾ, കത്തുന്ന സംഭവങ്ങളൊക്കെ മേടിച്ചിട്ടുള്ളൂ. പിന്നെ പോയിട്ട് അവർക്കൊക്കെ കഴിഞ്ഞിട്ട് കൊടുക്കണം. അപ്പോൾ ബാക്കി അടുപ്പയാണ്. ഓക്കെ, അപ്പോൾ ഈ വർഷത്തിൽ നമ്മുടെ ഫസ്റ്റത്തെ കൈനീട്ടം നമുക്ക് അച്ഛൻ്റെ അമ്മയുടെ നിന്നും കിട്ടിയിട്ടോ. ഇനി ഒരുപാട് പേര് തരുന്നുള്ള പ്രതീക്ഷയോടെ ഇരിക്കുന്നു. അവൾ വേഗം കൊണ്ട് ബാഗിലെല്ലാം എടുത്തു വെച്ചു കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് മുമ്പ് പറഞ്ഞ ടീംസെല്ലാം എത്തിയിട്ടുണ്ട്. എൻ്റെ കസിൻസൊക്കെ എത്തിയിട്ടുണ്ട് കേട്ടോ. അവരൊക്കെ അവരുടെ വീട്ടിൽ കണി കണ്ടെത്തി. ഇവൻ കണ്ടോ, ഞാൻ വീഡിയോ എടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനില്ല എന്ന് പറഞ്ഞ് ഓടുകയാണ്. പൊന്നു ഹാപ്പി വിഷു. പൊന്നു ഹാപ്പി വിഷു. ഓ ബുദ്ധിമുട്ടായാലോ. ഹാപ്പി വിഷു. ഹാപ്പി വിഷു. വിഷുവാണ് മഞ്ഞ ഡ്രസ്സൊക്കെ ഇട്ട് വന്നത്. അടുത്ത ആള് വരുന്നുണ്ട്. ഹായ് മിന്നു, ഹാപ്പി വിഷു മിന്നു. അപ്പോൾ ഓരോരുത്തരായിട്ട് രംഗപ്രവേശനം ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ വീട്ടിലോട്ട്. അവരുടെയൊക്കെ വീട്ടിൽ കണി വെച്ചു, എല്ലാവരും കണ്ട് തിരിച്ചിനി നമ്മുടെ വീട്ടിലോട്ടാണ് വരുന്നത് കേട്ടോ. കലാപരിപാടികളെല്ലാം ഇനി ഇവിടെയാണ് ഗൈസ്. അപ്പം നമുക്ക് കാണാം. അപ്പോൾ വീട്ടിലെ കണിയെല്ലാം കണ്ടു കഴിഞ്ഞപ്പോൾ എൻ്റെ അച്ഛൻ്റെ അനിയന്മാർ, എൻ്റെ അച്ഛന് 3 അനിയന്മാരാണുള്ളത്. അപ്പോൾ അവരെല്ലാവരും നമ്മുടെ വീട്ടിലോട്ട് വന്നു. എന്നിട്ട് നമ്മളിവിടെ നിന്ന് കൈനീട്ടമൊക്കെ കൊടുക്കും അങ്ങോട്ടും ഇങ്ങോട്ടും. എൻ്റെ അച്ഛന് 3 അനിയന്മാർ, എൻ്റെ അച്ഛനാണ് മൂത്തത്. അപ്പോൾ ഈ കാണുന്നതെല്ലാം എൻ്റെ കസിൻസാണ് കേട്ടോ. അവർക്കൊക്കെ അച്ഛൻ ഫസ്റ്റ് കൈനീട്ടം കൊടുത്തു. അത് കഴിഞ്ഞാൽ പിന്നെ എൻ്റെ അമ്മയും കൊടുക്കും. അപ്പോൾ അതൊക്കെയാണ് അടുത്ത പരിപാടികൾ. സത്യം പറഞ്ഞാൽ എനിക്കിത് കാണുന്ന പോലെ സ്റ്റേജിലേക്കൊക്കെ വിളിക്കില്ല നമ്മൾ അവാർഡ് അങ്ങനെ ഗിഫ്റ്റ് അങ്ങനെയൊക്കെ അതുമാതിരിയാണ് തോന്നുന്നത് കേട്ടോ. ഓരോരുത്തർക്കൊക്കെ ഭയങ്കര നാണാവരം തന്നെ. ഞാൻ വീഡിയോ എടുക്കേണ്ടതെന്ന് പറഞ്ഞാൽ പിന്നെ ഏറ്റവും കൂടുതൽ നാണുള്ള ആൾക്കാരാണ് ഈ കണ്ട ആൾക്കാർ മൊത്തം കേട്ടോ. സത്യം പറഞ്ഞാൽ ഞങ്ങൾ പറയുന്നത് അച്ഛനാണ് ഇവിടെ നഷ്ടക്കച്ചവടം. കാരണം അച്ഛൻ്റെ താഴെയാണ് എല്ലാവരും. അപ്പോൾ അച്ഛൻ എല്ലാവർക്കും കൊടുക്കേണ്ടി വന്നു. ഞങ്ങളത് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. കാരണം അച്ഛൻ മൂത്താകുമ്പോൾ താഴെയുള്ളവരായിരിക്കുമല്ലോ എല്ലാവരും. അത് ഏറ്റവും താഴെയുള്ളവരാണ് സത്യം പറഞ്ഞാൽ ലക്കി. ആർക്കും ഒന്നും കൊടുക്കും വേണ്ട, പക്ഷെ ഒരുപാട് കിട്ടുകയും ചെയ്യും. അങ്ങനെ അപ്പോൾ ഇവിടുത്തെ തമാശയൊക്കെ. ചെസ് നമ്പർ 2 എൻ്റെ അമ്മയാണ്, ഇവരുടെ കീർത്തിയമ്മയാണ്. അപ്പം ഇനി അടുത്തത് എൻ്റെ അമ്മയുടെ വകയാണ് എല്ലാവർക്കും കൊടുക്കൽ. ഇനി ഫസ്റ്റ് ഇവർക്കും പിന്നെ കുട്ടികൾക്കും മാത്രമേ കൊടുക്കുന്നുള്ളൂ കേട്ടോ. ഇവരുടെ കൊടുക്കൽ വാങ്ങലൊക്കെ കഴിഞ്ഞാൽ പിന്നെ എനിക്കും കൊടുക്കേണ്ടി വന്നു. കാരണം അവിടെ അച്ഛൻ്റെ വീട്ടിലെ മൂത്ത പെൺകുട്ടി അല്ലെങ്കിൽ മൂത്ത കുട്ടി ഞാനാണ്. അപ്പോൾ എനിക്ക് കൊടുക്കേണ്ടി വന്നു. എല്ലാ വീഡിയോയിലും വലിയ അവൾക്ക് ഞാൻ കൈനീട്ടം കൊടുത്തിരുന്നിട്ട്, പക്ഷെ അവൾ വീഡിയോ ഒക്കെ എടുത്തിരുന്നു കേട്ടോ. അതുകൊണ്ടാണ് അത് കിട്ടാതെ പോയത്. എന്തോ കാര്യമായ ഡിസ്കഷനിലാണ് ഇവരൊക്കെ. കത്തിക്കാനുള്ളതും പൊട്ടിക്കാനുള്ളതൊക്കെ പരത്തി വെച്ച് നോക്കിക്കൊണ്ടിരിക്കുക എല്ലാവരും. കണി കണ്ടു കഴിഞ്ഞാൽ പിന്നെ നിർബന്ധമാണ് എന്തെങ്കിലും കത്തിക്കുക പൊട്ടിക്കുകയൊക്കെ ചെയ്യണം എന്നുള്ളത്. ഇത് മത്താപ്പ്, ഇതാണ് പൂക്കുട്ടി, പറയും.
ഇതൊന്നും കൂടി ഇടി കൊടുത്തത് നിലത്തിറങ്ങി കറങ്ങും. വാവ്. അപ്പൊ നമുക്ക് പൊന്നിസ പറ, നമുക്കിത് കത്തിക്കാൻ പറ, നോക്കി പറ. DJ home എടുക്കണ വീഡിയോ നിലത്തൊടിച്ചാണ് പാവം. അവളിങ്ങനെ വെച്ചിട്ട് പോണ്. ഇങ്ങനെ എന്താ കിട്ടുണ്ടി കാലല്ല കിട്ടുക. അത് ശരി, വീഡിയോ ഇങ്ങനെ എടുക്കേ കത്തല കല്യാണം അങ്ങനെയല്ലാണ്ട് കിട്ട് 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 നിന്ന് കഴിച്ചു ഇല്ല. ആ കത്താണി കത്തുന്നില്ല. അത് ഒന്നല്ല കത്താ മുപ്പരല്ല അവര് പിന്നെ സമയത്ത് ആവശ്യം രണ്ടും കത്തി ഒന്ന് കഴിഞ്ഞ ഒന്ന് അല്ല അങ്ങനത്തെ നല്ല എത്തിയതാ. ഇത് പുതിയതാ. അയ്യോ ഞാൻ പഴയത്. ഞങ്ങൾക്ക് പച്ചക്കളർ കിട്ടി കൈ ഫുള്ള് പോകാം. പച്ചക്ക ചോപ്പ് ഇല്ലാത്തവരൊക്കെ ഉണ്ടാക്കുവാണ്. കമ്പനി പോലെ നമുക്ക് നല്ലതാ. എന്തൊക്കെ കമ്പിയൊക്കെ പറിക്കരുത് പോണുണ്ട് മത്സ്യക്കരം കൊണ്ട്. എന്താ കാണിക്കാന്ന് അറിയില്ല. എന്തോ കാര്യട്ട് ഒതുങ്ങിപ്പോ നിൽക്കണ്ട കിട്ടത്. അമ്മ അച്ഛനെല്ലാം വൈരാഗ്യമുള്ള പോലെ എല്ലാ വീട്ടിൽ കൂട്ടി കത്തിക്കുന്നത് വേഗം തീർക്കണ പരിപാടി. 2-3 കത്തിച്ചു കഴിയില്ല. ആ പരിപാടി എന്നാലേ നമ്മുടെ സ്വന്തം ഉണ്ടല്ലോ തെളിവോടെ നശിപ്പിക്കാൻ. പിന്നെ വിഷ്ണുവിന്റെ പുതിയ അടിപൊളി പനിയുള്ളതാണല്ലേ ചക്രത്തിന്. കറങ്ങുന്നില്ല. ഒന്ന് കറക്കി വിട്ടെ. ഞാൻ എന്റെ കൈ കണ്ടു ചക്രം കത്തുന്ന കത്തിലുണ്ടോ നിങ്ങൾ? വെളിച്ചം പറഞ്ഞടാ. എടാ കത്തിക്കണേന് വെച്ചതിന് കുഴപ്പമില്ല. എടാ തന്നെ കത്തുവോ നീ? ആ കുറച്ചൊക്കെ ആയി. എന്തൊക്കെ കത്തു കത്തു എന്താ താമസം? ഹാപ്പി വിഷു എല്ലാവർക്കും. ഫേമസ് ആക്കല്ലേ. ഹലോ എന്തൊക്കെ വിശേഷം? പൊന്നു പൊന്നു വ്ളോഗർ. പൊന്നു ഹലോ ഹായ് ഹാപ്പി വിഷു. വെളിച്ചത്തേക്ക് അച്ചോ സൗണ്ട് പോലും കേൾക്കില്ല പുറത്ത്. അത്
കഴിഞ്ഞു പോയി കുറച്ച് കഴിഞ്ഞിട്ട് തരും പൈസ നീ എന്താ കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് തന്നില്ലേ ഇവിടേക്ക് ഞാൻ കൊടുത്തില്ലേ ഇന്നത്തെ ആയോ എനിക്ക് അമ്മടെ കയ്യിലല്ല എന്റെ കയ്യിൽ നിൽക്കായോ പൊന്നുക്ക് തരണേ ഇപ്പൊ വേണ്ട എടുത്തിട്ട് തന്നെ കേട്ടോ എടി കുളിച്ചിട്ട് വരുമ്പോ എടുത്തിട്ട് തന്നെ കേട്ടോ എന്നിട്ട് തന്നാ മതി കേട്ടോ കണി കുഴിഞ്ഞു വെച്ചു കണിയല്ല ഇതുമല്ല വിഷു കഴിഞ്ഞിട്ട് ഉദ്ദേശിച്ചത് കാണാം ഗൈസ് മേമയുടെ വീട്ടിൽ കണി വെച്ചിട്ടുണ്ട് ഇപ്പൊ കണ്ട കുട്ടികളിൽ ഞാൻ കാണിച്ചു തരാം അവരൊക്കെ എന്റെ അയ്യോ ഇവിടെ കൂട്ടിയിരിക്കാണല്ലോ തുറക്കുവോ ഇത് പിന്നെ കൂടാൻ ചായ എടുത്തിട്ടാ എല്ലാം കൂടി മേടിക്കുന്നതിന് അല്ല പൊന്നു ഇനിയിപ്പോ വിഷു കഴിഞ്ഞിട്ട് തരാലോ അല്ലേ ഉള്ളിലേക്കല്ലേ നമ്മള് പോണത് അത് പൊട്ടൂല പാവം ഞാൻ പറഞ്ഞില്ല ഒരു പേടിക്കുന്നു നോക്കി കണ്ടിടുവാണ് അല്ല പൊന്നു പൊന്നു അല്ല ഇനി കഴിഞ്ഞിട്ട് തരൂ ഇയല്ല വീട്ടിലാണ് എടുത്തിട്ട് വാ ആ എടുത്തിട്ട് വരൂ എന്താ അവിടെ ഉണ്ടെന്നൊക്കെ കൈസ് ഇവിടുത്തെ കണി ലൈറ്റിട്ടാലോ പിന്നെന്താ പാളി അലമാറ താക്കോലിന്റെ കയ്യിലില്ലല്ലോ എന്തായാലും വന്നാലും ഇനി വായ വിളിക്കുന്നു എവിടെ തരൂ എടുത്തോളൂ നമ്മളെന്തെല്ലാം എടുത്തു തന്നെ പോയിട്ട് എനിക്ക് എല്ലാരും വെക്കുന്ന നമുക്ക് അടുത്തേക്ക് വാങ്ങാം കിട്ടിയല്ലോ അല്ലേ നമ്മക്കടെ ഇവിടെ കയറണ്ടേ തുറക്ക് അടവറൊക്കെ ഉണ്ട് ഞങ്ങളൊക്കെ തരൂ ഒന്നുമില്ല ഇവിടെ ഇവിടെ കൊണ്ട് എവിടെ പൈസ വേണ്ടത് സത്യം അതൊക്കെ അമ്മ എപ്പോഴും എടുത്തു സംഭവം കയ്യിലില്ലടാ കയ്യിൽ പോയി അന്റെ എവിടെ പൈസ ചെയ്യാറേ ഇല്ല നമ്മുടെ കുടുംബത്തിൽ അങ്ങനെയല്ല ഞങ്ങള് കഴിഞ്ഞിട്ട് കിട്ടാണ്ട് ഇവിടെ നിന്ന് പോവില്ല പോണ്ടാടി എന്നുള്ള പറയല്ലോ ചായക്കൊക്കെ എന്നറിയില്ലേ ഞാൻ ഇപ്പൊ ഒന്നും പറയാൻ ഉദ്ദേശിച്ചിട്ടില്ല ഹലോ ഗൈസ് അപ്പൊ ഞാനിപ്പോ മേമയുടെ വീട്ടിലേക്ക് വന്നിരിക്കുകയാണ് മേമയുടെ വീട്ടിൽ അടുത്ത് തന്നെയാണ് നടന്നത് ഇത് അപ്പൊ ഇവര് എടി കുറച്ച് അടുത്തേക്ക് ഇവിടെ ഇരുട്ടത്ത് കാണുന്നില്ലായിരുന്നു അപ്പോ ഇത് ആരൊക്കെ ഞാൻ പറഞ്ഞത് ഇതെന്റെ മൂത്ത അനിയനാണ് എന്റെ മൂത്ത മാമയുടെ കുട്ടി ഇതും ഇത് എവിടെ തുടങ്ങിട്ടില്ല എങ്ങോട്ട് വരുമോ ഇവള് എന്റെ അനിയത്തിയാണ് ഇതാണ് വിഷ്ണുരാജ് ഓക്കെ ഭയങ്കര ഫേമസ് ആണ് നജത്തുള്ളവർക്ക് അറിയാം ഇത് അവന്റെ അനിയത്തി അനന്യ ഇപ്പൊ കമ്പിത്തിരി കൊണ്ട് നടന്നില്ല കുട്ടിയാണ് അയ്യോ അറിയാം ഞങ്ങളിവിടെ നീയാരാന്ന് മിന്നു ഞങ്ങൾ വിളിക്കും ഇവൻ അതാ ഇവനാണ് ഓഫ് ഇതൊക്കെ ഇവൻ കുറച്ച് ഫേമസ് ആണ് കേട്ടോ അതെ പറഞ്ഞാ ശരിയാവില്ല എന്നൊക്കെ ഇവന് എന്റെ രണ്ടാമത്തെ അനിയനാണ് രണ്ടാമത്തെ മാനൂട്ടിയാണ് എന്റെ അച്ഛന്റെ അനിയന്റെ മക്കളാണ് ഇവരെല്ലാം പിന്നെ ഇതാണ് എവിടെ കാണുന്നില്ല ഇത് മൂന്നാമത്തെ അനിയൻ അനിയനല്ല അനിയന്റെ മോള് ഇതാണ് ഏറ്റവും ഒടുക്കത്തത് ചിരിച്ചിരിക്കുന്നുണ്ടല്ലേ അവനൊരു അനിയനും കൂടി ഉണ്ടാവാൻ വന്നിട്ടില്ല അതെ ഇവളുടെ പേരാണ് സന്തോഷം ഇതാണ് ദീപിക അവന്റെ പേര് നന്ദകിഷോർ ഓക്കെ നിന്റെ പേര് ഞാൻ പറഞ്ഞില്ലേ അനന്യ അതെല്ലാം അറിയാത്തല്ലേ ഇവളെ ഞങ്ങൾ പൊന്നു എന്ന് വിളിക്കും ഇവളെ ഞങ്ങൾ അമ്മൂട്ടി എന്ന് വിളിക്കും അല്ലെങ്കിൽ ബംഗാളി എന്ന് വിളിക്കും അതെ ഇതാണ് നമ്മുടെ ആര് നാലാചക്രം ബാബു വേറൊക്കെ ഉണ്ട് എന്നൊക്കെ ഞങ്ങൾ പറയുന്നില്ല ഇതാണ് എന്റെ മേമയുടെ വേറെ മോൾ അപ്പൊ നിങ്ങൾക്ക് ഇത് ഏത് മേമ ഇത് എന്റെ അമ്മയുടെ അനിയത്തിയുടെ മോളാണ് ഇവളുടെ പേര് അശ്വതി എന്നാണ് ഇവളും നജത്തിനാണ് ഫേമസ് ആണ് അപ്പം നമ്മുടെ വിഷുവിൻ്റെ ആഘോഷങ്ങളൊക്കെ കണ്ടില്ലേ നമ്മൾ കണി കണ്ടതും അതുപോലെ തന്നെ പടക്കം പൊട്ടിക്കുന്ന കാര്യങ്ങളൊക്കെ കണ്ടല്ലോ അപ്പം ഇനി ബാക്കിയുള്ള വിശേഷങ്ങൾ രാവിലത്തെ വിശേഷങ്ങളെല്ലാം എൻ്റെ അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ കാണിക്കാനും എല്ലാം കൂടെ ഒരു വീഡിയോയിലിട്ടാൻ എനിക്ക് പറ്റാത്തതുകൊണ്ടാണ് അപ്പോൾ തലേ ദിവസത്തെ വിശേഷങ്ങളും അതുപോലെ പുലർച്ചെയുള്ള വിശേഷങ്ങളെല്ലാം ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ അപ്പോൾ ടാറ്റ ബൈ ബൈ